ഹലോ, ഞാൻ ഈ ഷെയർ ചെയ്യുന്നത് റെസിപ്പി വീഡിയോ ആണ്. റെസിപ്പി എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ മീൻ പീര അല്ലെങ്കിൽ മത്തിപ്പീര എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് പീര വെക്കുന്നത് വളരെ ചെറിയ മീനുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ നെത്തോലി അല്ലെങ്കിൽ മത്തി ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പീര റെഡിയാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് നല്ല നാടൻ കുഞ്ഞൻ മത്തി ഉപയോഗിച്ചിട്ടാണ്. പിന്നെ മിക്സിയിൽ അരയ്ക്കാതെ ക്രഷ് ചെയ്യാതെ മിക്സിയുടെ ഒരു യൂസും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ഒരു 5 മിനിറ്റ്സ് കൊണ്ട് റെഡിയാക്കി എടുക്കുന്ന മത്തിപ്പീരയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരു 2 മിനിറ്റ്സ് 3 മിനിറ്റ്സിൽ മത്തിപ്പീര റെഡിയാക്കാം എന്ന് പറയാത്തത് നമ്മുടെ മീനിന് ഒരു സാമാന്യ വേവുണ്ടല്ലോ, ആ വേവിന് വേണ്ടി ഒരു 5 മിനിറ്റ്സ് എങ്കിലും ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഒരു 5 മിനിറ്റ്സിൽ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കുന്ന മത്തിപ്പീര എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്തത് കുറച്ച് കൊച്ചുള്ളി നീളത്തിൽ, കുറച്ച് കൂടുതൽ കൊച്ചുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും, കുറച്ച് ഗാർലിക്കും ജിഞ്ചറും ഗാർലിക്കും നീളത്തിൽ കട്ട് ചെയ്തതും, അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ഗ്രീൻ ചില്ലി നീളത്തിൽ കട്ട് ചെയ്തത്, കറിവേപ്പില എല്ലാം കൂടെ ആദ്യം ഒരു ചട്ടിയിൽ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഫ്ലെയിം ഓണാക്കുന്നില്ല, ആദ്യം ചട്ടിയിൽ ഇട്ട് കൊടുത്തു. അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ 1-2 പിടി തേങ്ങ, ചിരവിയ നല്ല ഫ്രഷ് തേങ്ങ അതും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഒരു കുഞ്ഞൻ മത്തി ഉണ്ടല്ലോ 2 പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് നനയാൻ പാകത്തിന് ഒന്ന് തളിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് എല്ലാം മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി വേണം നമ്മൾ ലാസ്റ്റ് ഫ്ലെയിം ഓണാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ പീരയ്ക്ക് കോക്കനട്ട് കുറച്ചും കൂടെ എത്രത്തോളം ആഡ് ചെയ്യുന്നോ അത്രത്തോളം ടേസ്റ്റിയാണ്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം, ആ ഒരു അരപ്പെന്ന് പറയുന്നത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം തളിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാണ് ഏറ്റവും താഴെ വെള്ളമൊക്കെ കറക്റ്റ് എത്തിയിട്ടുണ്ടോ, അടി പിടിച്ച് പോവാതെ അടി കരിഞ്ഞു പോവാതെയുള്ള വെള്ളമൊക്കെ താഴെ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് എല്ലാം ഒന്ന് തിരുമ്മി ഇളക്കി വിട്ടതിന് ശേഷം ഒന്ന് അടച്ച് ലോ ഫ്ലെയിമിൽ, ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ്സോളം ലോ ഫ്ലെയിമിൽ നമ്മൾ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, നമ്മൾ ഈ ഐറ്റംസ് ചേർക്കുമ്പോൾ 1-2 കുടംപുളിയും കൂടെ മറക്കാതെ ചേർക്കണം. കാരണം മത്തിപ്പീരയുടെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു പുളിയും കൂടെ ഇറങ്ങുമ്പോഴത്തേനാണ്. പിന്നെ ഇതിന് ഗ്രീൻ ചില്ലി ഓരോരുത്തരുടെ സ്പൈസ് ലെവലിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. കൂടുതൽ എരിവ് വേണ്ടവർ കൂടുതൽ പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഒരു പച്ചമുളക് 2 നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എരിവ് കുറച്ച് വേണ്ടവർ, അതായത് മക്കൾക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കണം, ചോറിന് കൊടുക്കണം എന്നുള്ളവർ പച്ചമുളകിൻ്റെ അളവ് കുറച്ചോളുക. പിന്നെ വളരെ ടേസ്റ്റി ആയിട്ട്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ സാധാരണ നമ്മൾ കൂടുതൽ വീടുകളിലും മത്തിപ്പീര വെക്കുന്നത് തേങ്ങ ഒന്ന് ഒതുക്കി ചേർക്കും. അതായത് മിക്സിയുടെ ചെറിയ ജാറിൽ തേങ്ങയും അതുപോലെ തന്നെ നമ്മുടെ ഐറ്റംസും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് ക്രഷ് ചെയ്യും. അങ്ങനെയാണ് ആദ്യം. അപ്പം എനിക്ക് ഇതെന്ന് പറയുന്നത് ഡയറക്റ്റ് നമ്മൾ ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇതെന്ന് പറയുന്നത് മറ്റേ നോർമലി വെക്കുന്നതിലും ഇത് വളരെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നി. ആ ഒരു തേങ്ങയുണ്ടല്ലോ നല്ല രീതിയിൽ കടിക്കാൻ കിട്ടും. ഉള്ളിയാണേലും വെളുത്തുള്ളിയാണേലും ജിഞ്ചറാണേലും അത് ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ നമുക്ക് കഴിക്കാൻ ഒരു ഇറിറ്റേഷൻ ഇല്ലാത്ത രീതിയിൽ വേഗം, അതും നമ്മുടെ വയറിനൊക്കെ ഒരുപാട് നല്ലതുമാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മീൻ പീര അല്ലെങ്കിൽ മത്തിപ്പീര തരി നാടൻ റെസിപ്പിയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ ബാച്ചിലേഴ്സിനൊക്കെ ഇപ്പം തുടക്കമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് മിക്സിയൊന്നും നമ്മുടെ റൂമിലില്ലാതെ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കുക്ക് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ബാച്ചിലേഴ്സിൻ്റെ സ്പെഷ്യലായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ മത്തിപ്പീര ചട്ടിയോട് കൂടിയിട്ട് ടേബിളിലേക്ക് കൊണ്ടുവച്ചു. പിന്നെ ഒരു കറിവേപ്പിലയൊക്കെ ഇട്ട് 1-2 ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞാനിത് ചൂട് ചോറിൽ ചേർത്ത് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നാടൻ വിഭവമാണ്. അപ്പോൾ ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. നമ്മൾ ഈ ഒരു പച്ച തേങ്ങ ഉണ്ടല്ലോ ചിരവിയത് ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് വെച്ച പീര അടിപൊളിയാണ്, ടേസ്റ്റാണ്. അപ്പം മസ്റ്റ് ട്രൈ ആണ്. താങ്ക് യു.